ഹലോ ഗായ്സ്, ഷാരോ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് ബാംഗ്ലൂരിൽ ട്രെയിൻ ടിക്കറ്റൊക്കെ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിനുവേണ്ടി റെഡി ആയിരിക്കുന്നു. ഞാൻ അതിന് വേണ്ടി പുറത്തോട്ട് പോവാണ്. അപ്പം ബാക്കി വീഡിയോയിൽ നമുക്ക് പുറത്ത് കാണാം. ബൈ. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ആൻറ്റിയുടെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പോയി ഞാൻ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ട് ആൻറ്റിയുടെ ഹോസ്പിറ്റലിൽ. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അത് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന സമയത്ത് പോയത്. പക്ഷെ ഇപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഭയങ്കര സണ്ണാണ്. അതുപോലെ തന്നെ ഞാൻ ചൂടറിയാനില്ല. ബിക്കോസ് ഹോട്ടെന്ന് പറയാൻ ഭയങ്കര ചൂടാണ്. പക്ഷേ ഇവിടുത്തെ തണുത്ത കാറ്റുള്ളതുകൊണ്ട് നമുക്കത്ര ചൂട് തോന്നിക്കരുത്. ഇവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരുമിച്ച് എത്താം. നമ്മൾ സഹ ഹോസ്പിറ്റലിലെത്തിയിട്ട് അവൻ്റെ എൻട്രി ആണ്. ഹോസ്പിറ്റൽ ഞാൻ ആക്ച്വലി നേരത്തെ ഒന്ന് വന്നിട്ടുള്ളതാണ്. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഉണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് അവിടെ കേട്ടോ. ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല, ഇവിടുത്തെ വരെ ഇരിക്കട്ടെ. ഞാനിങ്ങനെ ആൻറ്റിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് ആൻറ്റി വന്നത്. അപ്പോൾ തന്നെ ഞാൻ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. കുഴപ്പമൊന്നുമില്ല, വേർത്തിട്ടൊന്നുമില്ല. പിന്നെ അതിനുശേഷം ആൻറ്റിയുടെ ഒ പി ഡിയിലേക്കാണ് പോയി. ആൻറ്റിയുടെ ഒ പി ഡിയാണ് ഈ കാണുന്നത്. അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ആൻറ്റിയുടെ ഒരു ഫ്രണ്ട്, ആൻറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചി വന്ന് സംസാരിച്ചു. അന്നേരം പിന്നെ ഞാൻ ചേച്ചിട്ട് കുറച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ബാംഗ്ലൂർ തന്നെയുള്ളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ് കഴിച്ചു. ഇതാണ് ആൻറ്റി ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള സന്തോഷത്തിലാണ് കഴിക്കുന്നത്. അപ്പം അതിനുശേഷം ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടി സെൻട്രൽ മാളിൽ പോയി. അവിടെ ഓഫറായിരുന്നു. അപ്പം ഞങ്ങൾ ചിക്കൻ പീസും അതുപോലെ തന്നെ ഒരു ബിഗ് ബർഗറും കിട്ടി. നല്ല ഫില്ലിംഗ് ഉള്ളൊരു ബർഗറായിരുന്നു. അത് ബർഗർ കഴിച്ചു. മറ്റേത് മൊത്തത്തിൽ കഴിച്ചില്ല, പകുതി കൊണ്ടുവന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് പുറത്തോട്ടിറങ്ങി അവരുടെ വഴിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു പോയത്. പക്ഷേ വോയിസ് കൊള്ളാത്തതുകൊണ്ട് ഞാൻ കളഞ്ഞാണ്. അപ്പോൾ നല്ല മഴ കാരണം പെട്ടെന്ന് ഞങ്ങൾ നടക്കുവാണ്. നമ്മുടെ തൊട്ടപ്പുറം ഇപ്പം എല്ലാം കടകളാണ്, ഓരോ ഷോപ്പ്, ഓരോന്നും കഴിക്കാനും ആഹാരത്തിനും എല്ലാം ഉള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ അവിടുത്തെ റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. അത് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴി. അപ്പം അതിന് മുമ്പ് കണ്ട സ്ഥലം അതെന്ന് വെച്ചാൽ സ്ട്രീറ്റ് പോലെയാണ്. പക്ഷേ അവിടെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡ്സും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പച്ചക്കറി ആണെങ്കിലും ചായ അങ്ങനത്തെ കാര്യം. ഇവിടെയാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ കുടിക്കാനുള്ള വെള്ളം മാത്രമായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ Day 3 വ്ളോഗ്സ് ഇന്ന് തീരാറായി. ഇത്രേ പോലെ. ടാറ്റാ, ബൈ ബൈ.